ഒരു വയനാടൻ ഡെസേർട്ട് ആയാലോ? ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് വയനാടൻ മുളയരി പായസമാണ്. ഒരിക്കൽ ഞാൻ വയനാട് ട്രെക്കിങ്ങിന് പോയപ്പോഴാണ് ആദ്യമായി മുളയരി പായസം കഴിക്കുന്നത്. ഒരു കാടിന്റെ മുഴുവൻ രുചി ആ പായസത്തിന് ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നന്നായി വാഷ് ചെയ്ത് കുതിർത്തി വെച്ചിട്ടുള്ള മുളയരി നമ്മൾ ഈ സമയത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമ്മൾ കുക്കറിൽ 6 വിസിൽ വരെ അടുപ്പിച്ചെടുക്കുന്നുണ്ട്. ഉരുളിയിലേക്ക് വെന്ത് വന്നിട്ടുള്ള മുളയരി ഇട്ട് കൊടുത്തു. ഈ മുളയരി വെന്ത് വര സമയം കൊണ്ട് നമുക്ക് ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഒരു പാനിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് നമ്മൾ ശർക്കര ഇട്ട് കൊടുത്തു. ഈ ഒരു പരുവത്തിൽ ശർക്കര നന്നായിട്ട് കുക്കായിട്ട് വന്നു. ഇത് നമ്മൾ ചേഞ്ച് ചെയ്യാണ്. നമ്മളിത് കുക്കായിട്ട് വന്ന മുളകരിയിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇതെല്ലാം ഒരു 10 മിനിറ്റോളം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ശർക്കരപ്പാനി നന്നായിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുത്തു. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ക്യോക്രോട്സ് ഇട്ട് കൊടുക്കാൻ പോവാണ്. ക്യോക്രോട്സ് നാച്ചുറൽ ഹോൾ ഗ്രെയിൻസ് കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ എനർജി നിലനിർത്താൻ സഹായിക്കും. ക്യോക്രോട്സും ഇട്ട് കൊടുത്ത് നമ്മൾ 10 മിനിറ്റോളം എല്ലാം വീണ്ടും ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. 2-ാം പാൽ വെച്ച് 15 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് 1-ാം പാൽ കൂടി ഒഴിച്ചു കൊടുത്തു. 1-ാം പാൽ ഒഴിച്ചു കൊടുത്ത് 2 മിനിറ്റോളം കുക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു പരുവത്തിൽ നല്ല തിക്കായിട്ട് നമ്മുടെ പായസം കിട്ടി. അല്പം ഏലക്കാപ്പൊടി കൂടി ഇട്ട് കൊടുത്തു. നമ്മൾ ഗാർണിഷിനായിട്ട് നെയ്യിൽ വറുത്ത കാഷ്യൂട്ടും കിസ്മിസും ഇട്ട് കൊടുത്തു. നമ്മുടെ മുളയരി പായസം റെഡി ആയി കഴിഞ്ഞു. ഈ ഓണത്തിന് വളരെ വ്യത്യസ്തമായിട്ട് നമുക്ക് മുളയരി പായസം തയ്യാറാക്കി മാറ്റാം. നമ്മുടെ ക്യോക്രോട്സ് വയനാടൻ മുളയരി പായസം റെഡി ആയി കഴിഞ്ഞു. അപ്പൊ അടുത്ത വിഭവമായി അടുത്ത ജില്ലയിൽ ക്യോക്കറിനൊപ്പം.